ഇപ്പോ ഒരു കലാകാരൻ കൂടി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ സൂര്യ, നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ് ശശിലേഖേ നീ പുൽകി പുൽകി, ആ പാട്ട്. പക്ഷെ അത് നമ്മൾ യേശുദാസിന്റെ സൗണ്ടിൽ കേട്ട് നമ്മൾ അങ്ങനെ അത് യൂസ്ഡ് ആണ്, അത് ഇൻജെക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മള്. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ അത് വേറൊരു ശബ്ദത്തിൽ കേൾക്കുന്നുണ്ട്. ഉണ്ട്. ആ ഒരു കലാകാരൻ, ആ ശബ്ദത്തിനുടമയാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്. കൊല്ലം രാഹുലാണ്. രാഹുൽ നമസ്കാരം. ഓക്കെ, അപ്പൊ എങ്ങനെ കൊല്ലം രാഹുൽ കൊല്ലംകാരനാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ എത്തുമ്പോ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഇതണക്ക് ഉള്ള വേദികളിലൂടെ ഒക്കെ പാടിയാണ് ഇത്ര ഒരു നല്ല നിലയിലേക്ക് പാടാനായിട്ടൊക്കെ എത്തിയത്. അപ്പം ഇങ്ങനൊരു വലിയൊരു ആഘോഷത്തിന് ഇങ്ങനൊരു ടിവിയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നേരത്തെ കലോത്സവ വേദികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? ഉണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. പാട്ട് തന്നെയാണ് മെയിൻ? പാട്ട് തന്നെയാണ് മെയിൻ. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങനെ പാട്ടാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ട് അങ്ങനെയാണ് സത്യത്തിൽ കേട്ടിട്ടാണ് രാഹുലിനും പരിചിതം എല്ലാവർക്കും. അപ്പൊ നമുക്ക് ആ പാട്ട് തന്നെ ഒന്ന് കേട്ടാലോ? ശശിലേഖേ നീ പുൽകി പുൽകിച്ചേരും ശശികാന്തക്കല്ലായി പോയൻ മാനസം തുളസി തീർത്ഥം കിനിയും ഗംഗ കൊണ്ടുവച്ച ശിഖരം ഉണരും നേപ്പാൾ നഗരം കൊണ്ടു തന്നു നിന്നെ ഇന്നു പകരം സ്വർഗമീ ബന്ധം സ്വന്തമീ ബന്ധം സുന്ദരം ജന്മസംഗമം കുനുകുനെ ചെറുകുറു നിരകൾ ചുവടിടും കവിളുകളിൽ. രാഹുൽ, എന്തായാലും ഈ പാട്ട് നമ്മൾ ചെറുപ്പം മുതൽക്ക്, എൻ്റെ ഒക്കെ ഞാൻ ജനിക്കുന്ന സമയത്തൊക്കെ മുതൽക്ക് കേൾക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ, ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാല് രാഹുലിന്റെ ആ ഒരു എന്താ പറയാ സൗണ്ടിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു നൊസ്റ്റാൾജിയ വരികയാണ്. മാത്രമല്ല ഒരു പുതുമ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ പോയാലും പഴയ പാട്ടുകൾക്കൊക്കെ ഇപ്പോഴും ഒരു പുതുമയാണ്. എന്നിരുന്നാൽ പോലും മറ്റ് ഏതൊക്കെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടാ? ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിപീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എന്തായാലും നന്നായിട്ട് രാഹുൽ. എന്തായാലും കൊല്ലംകാർക്ക് പറയാൻ ഇനിയും കഥകൾ ബാക്കിയാണ് അല്ലെ? അതൊക്കെ ഓരോ കലാകാരന്മാരെ ഓരോ മണിക്കൂറുകൾ നമുക്കിങ്ങനെ വന്ന് കഥകളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് സ്കൂൾ കാലത്തൊക്കെ തന്നെ ഇതുപോലെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? ഇപ്പൊ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ? ഞാനിപ്പം അത്യാവശ്യം ഷോകളുണ്ട്. ഗാനമേള സിംഗറാണ്. പ്രൊഫഷണലായിട്ട് ഗാനമേളയിൽ പാടുന്ന പാട്ടുകാരനാണ്. അപ്പം സീസൺ അല്ലേ, അപ്പൊ അത്യാവശ്യം പ്രോഗ്രാംസും കാര്യങ്ങളുമായിട്ടുള്ള തിരക്കിലാണ്. പുറത്തൊക്കെ പോയി ചെയ്യുന്നുണ്ട്? ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും വളരെയധികം നന്ദിയുണ്ട് രാഹുൽ, നമുക്ക് ഈ ഒരു പ്രഭാതത്തില് അത് കേരളവിഷൻ പ്രേക്ഷകർക്ക് ഒരു മധുരം വിളമ്പിയതിന്. അതെ, അപ്പൊ ഒരുപാട് വേദികൾ ഇനിയും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ. രാവിലെ മുതലേ ഇതുപോലെ കലാകാരൻ